ഓം നമോ നാരായണായ. ശ്രീമന്നാരായണീയം ദശകം 9 ശ്ലോകം 2. പാത്മകൽപ്പം തുടങ്ങി ഭഗവാന്റെ നാഭിയിൽ നിന്നും കമലോത്ഭവനായിട്ട് പത്മജനായിട്ട് ബ്രഹ്മാവ് ഉണ്ടായി എന്ന് പറഞ്ഞു. ആ ബ്രഹ്മാവ് ചുറ്റും നോക്കിയപ്പോൾ വെള്ളം മാത്രമാണ് കണ്ടത്. താമരപ്പൂവിൽ താനിരിക്കുന്നതായിട്ട് കണ്ടു. എന്നിട്ട് ഈ താമരപ്പൂവ് എവിടെ നിന്നാണ് ഉണ്ടായത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇവിടെ ഉണ്ടോ എന്നറിയാൻ ചുറ്റും നോക്കി. അങ്ങനെ 4 മുഖവും 8 ഭംഗിയുള്ള വിടർന്ന കണ്ണുകളും ഉണ്ടായി, പക്ഷേ ഭഗവാനെ കണ്ടില്ല എന്ന് പറഞ്ഞു. ഇനി അടുത്ത ശ്ലോകം ബ്രഹ്മാവിൻ്റെ ചിന്ത തന്നെയാണ്. മഹാർണവ വിഘൂർണിതം കമലമേവ തത്കേവലം വിലോക്യ തദുപാശ്രയം തവ തനും തു ന ആലോകയൻ ക ഏഷ കമലോദരേ മഹതി നിസ്സഹായോ ഹ്യഹം കുതസ്വിദിതമംബുജം സമജനീതി ചിന്താമഗാത്. അർത്ഥം നോക്കാം. മഹാർണവ വിഘൂർണിതം കമലം ഏവ. വലിയ മഹാസമുദ്രമാണ്. എവിടെ നോക്കിയാലും ഒന്നായി ചേർന്നിട്ടുള്ള വെള്ളമാണ്. അതിങ്ങനെ കാറ്റത്ത് ഇളകുന്നുണ്ട്. ഒപ്പം തന്നെ താനിരിക്കുന്ന ഈ താമരപ്പൂവും ഇളകുന്നുണ്ട്. അപ്പോൾ ബ്രഹ്മാവ് ഇങ്ങനെ ആടി ഒലയുന്ന ഈ പൂവ്, അതിൽ താനിങ്ങനെ ഏകനായിട്ടിരിക്കുകയാണ്. അതിന് അടിസ്ഥാനമായിട്ടുള്ള ഭഗവാൻ എവിടെയാണ് എന്ന് കാര്യമായിട്ട് ചിന്തിക്കുകയാണ്. മഹാർണവ വിഘൂർണിതം, ആ മഹാസമുദ്രത്തിൽ ആടി ഉലയുന്ന കമലം ഏവ, ഒരു താമരപ്പൂ മാത്രമാണ് കണ്ടത്. തത് കേവലം, അതാണെങ്കിലോ കേവലമായിട്ട് മറ്റൊരു ആശ്രയവും ഇല്ലാതെ, അതിൻ്റെ വേരിനെങ്കിലും ഉറച്ചു നിൽക്കാൻ ഒരു സ്ഥലം വേണ്ടേ എന്ന് ബ്രഹ്മാവ് ഇങ്ങനെ ചിന്തിച്ചു. ഒന്നും കാണാനില്ല. എന്നാൽ അതൊന്ന് നോക്കണം എന്ന് അദ്ദേഹത്തിന് ആഗ്രഹവും തോന്നി. വിലോക്യ തദ് ഉപാശ്രയം തവ തനും ന ആലോകയൻ. അങ്ങനെ താമരപ്പൂവ് തന്നെ നിൽക്കണുള്ളൂ, ചുറ്റും വെള്ളം മാത്രമേ ഉള്ളൂ. ഇതിന് ആധാരമായിട്ടോ കാരണമായിട്ടോ ഒരു വസ്തുവിനെയും കാണാനില്ല എന്ന് വിലോക്യ. അങ്ങനെ കണ്ടപ്പോൾ, അങ്ങനെ മനസ്സിലായപ്പോൾ, തദ് ഉപാശ്രയം തവ തനും തു ന ആലോകയൻ, അങ്ങയുടെ ഈ മനോഹരമായിട്ടുള്ള ശരീരമാണല്ലോ അതിനാധാരം, പക്ഷേ അത് ബ്രഹ്മാവിന് കാണാൻ പറ്റിയില്ല. തദ് ഉപാശ്രയം, ആ താമരപ്പൂവിൻ്റെ ആശ്രയമായിട്ടുള്ള ആധാരമായിട്ടുള്ള തവ തനും, ഗുരുവായൂരപ്പ അവിടത്തെ ആ ശരീരം ന ആലോകയൻ, ബ്രഹ്മാവ് കണ്ടില്ല. ഏഷ കമലോദരേ മഹതി നിസ്സഹായോഹ്യഹം ക. മഹതി ആയിട്ടുള്ള ഈ ബൃഹത്തായിട്ടുള്ള കമലോദരെ താമരപ്പൂവിൻ്റെ അകത്ത് നിസ്സഹായോഹ്യഹം, ബ്രഹ്മാവാണ് പറയണത്, ഏകനായിട്ട് നിസ്സഹായനായിട്ട് ഇരിക്കുന്ന ഈ ഞാൻ ക ആരാണ്? ഭഗവാന്റെ സഹായമില്ലെങ്കിൽ എല്ലാവരും നിസ്സഹായർ തന്നെയാണ്. അങ്ങനെ ചുറ്റും ഒന്നും കാണാൻ ബ്രഹ്മാവിനും വിഷമമായി. ഞാൻ നിസ്സഹായനാണല്ലോ, എനിക്കൊന്നും കാണാനില്ലല്ലോ. കുതസ്വിത്, എവിടെ നിന്നാണ്, എന്തിൽ നിന്നാണ്? ഇതം അംബുജം സമജനി, ഈ താമരപ്പൂവ് എവിടെ നിന്നാണ് ഉണ്ടായത്? എന്തായാലും ഇതിനൊരു ആധാരം ഉണ്ടാവണം. അതെവിടെയാണ്? ഇതി ചിന്താം അഗാത്, ഇങ്ങനെയുള്ള ചിന്തയിൽ ആ ബ്രഹ്മാവ് മുഴുകി. മഹാർണവ വിഘൂർണിതം, ഇളകുന്ന ആ സമുദ്രത്തിൽ കമലം ഏവ തത് കേവലം, അതിനോടൊപ്പം അങ്ങനെ ഇളകുന്ന ഒരു കമലം താമരപ്പൂവ് മാത്രമാണ് കേവലം. വിലോക്യ, ബ്രഹ്മാവ് കണ്ടത്. തദുപാശ്രയം തവ തനും, വാസ്തവത്തിൽ അതിൻ്റെ ആശ്രയം അത് വന്നിട്ടുള്ളത് അങ്ങയുടെ നാഭിയിൽ നിന്നാണ് എന്നൊക്കെ നമുക്കറിയാം. പക്ഷെ ബ്രഹ്മാവ് അപ്പോൾ ഉണ്ടായിട്ടുള്ളൂ, ബ്രഹ്മാവിന് അതൊന്നും അറിഞ്ഞില്ല. തു ന ആലോകയൻ, കണ്ടില്ല. അപ്പോൾ ബ്രഹ്മാവ് ചിന്തിക്കാണ്. ക ഏഷ കമലോദരേ മഹതി, വലിയതായ ബൃഹത്തായിട്ടുള്ള കമലമാണ്, അനേകം ഇതളുകളുള്ളതും സൂര്യതുല്യം ഇങ്ങനെ ശോഭിക്കുന്നതും ആയിട്ടുള്ള, ചുറ്റും പ്രകാശം പരത്തുന്നതുമായിട്ടുള്ള ആ സ്വർണ്ണ കമലം.
അതിൻ്റെ നടുക്ക് കർണികയുടെ സ്ഥാനത്ത് നിസ്സഹായനായി ഞാൻ ഇരിക്കുകയാണല്ലോ. നിസ്സഹായോ ഹ്യഹം. എവിടെ നിന്ന് വന്നു എന്നോ എന്താ ചെയ്യേണ്ടതെന്നോ ഒന്നും എനിക്കറിയണില്ല. കുതസ്വിത് ഇതം അംബുജം സമജനി. ഈ അംബുജത്തിന് എന്തായാലും ഒരു വേരും വരാനുള്ള സ്ഥലമൊക്കെ ഉണ്ടാവും, അതേതാണ് എന്നിങ്ങനെ ചിന്തിച്ചു എന്നാണ് ഈ ശ്ലോകം. എന്തായാലും ഇത്ര മനോഹരവും ഇത്ര ബൃഹത്തും ഈ അമ്പുധിയിലെ ഒറ്റയ്ക്ക് നിൽക്കുന്നതുമായിട്ടുള്ള ഈ താമരപ്പൂവിന് ആധാരം ഭഗവാൻ തന്നെ ആയിരിക്കും എന്ന് ബ്രഹ്മാവ് തൻ്റെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കി. ഈ ശ്ലോകം ഒന്നുകൂടി വായിക്കാം. മഹാർണവവിഘൂർണിതം കമലമേവ തത് കേവലം വിലോക്യ തദുപാശ്രയം തവ തനും തു ന ആലോകയൻ ക ഏഷ കമലോദരേ മഹതി നിസ്സഹായോ ഹ്യഹം കുതസ്വിദ് ഇദം അംബുജം സമജനീതി ചിന്താമഗാത്. അടുത്ത ശ്ലോകം കൂടി നോക്കാം. അപ്പോൾ ബ്രഹ്മാവിന് ഉറപ്പായി ഇതിനൊരു ആധാരമുണ്ട്, അത് കണ്ടുപിടിക്കാൻ ഞാൻ എന്ത് ചെയ്യും, എനിക്കെന്താ ചെയ്യാൻ പറ്റുക. അപ്പം സ്വയം പറ്റുമോ നോക്കട്ടെ എന്ന് തന്നെ കരുതി. തനിക്ക് ആവശ്യത്തിനുള്ള ബുദ്ധിയുണ്ട്, യോഗശക്തികളൊക്കെ ഉണ്ട്, താമരപ്പൂവാണെങ്കിൽ കാണാനുമുണ്ട്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ തണ്ടിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് ഇറങ്ങി നോക്കട്ടെ എന്ന് വിചാരിക്കുകയാണ്. താമരപ്പൂവിൻ്റെ തണ്ട് അങ്ങനെ കട്ട് ചെയ്ത് നോക്കിയാൽ അതിൽ അനേകം ദ്വാരങ്ങൾ കാണാമല്ലോ. നമ്മൾ ഇതിനു മുമ്പേ കഥ പറഞ്ഞിട്ടുണ്ട്, വൃത്രാസുരൻ്റെ കഥ ഭാഗവതത്തിലാണ്. അപ്പം അതിൽ ഇന്ദ്രൻ വൃത്രൻ്റെ വധം കഴിഞ്ഞിട്ട് പാപബോധം കൊണ്ട് താമരവളയത്തിൻ്റെ ഉള്ളിൽ ഒളിച്ചു എന്നുണ്ട്. താമര തണ്ടിങ്ങനെ പൊട്ടിച്ച് നോക്കുമ്പോൾ അതിലനേകം നീളത്തിലുള്ള അങ്ങനെ കുഴൽ പോലെ ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ കൂടെ ബ്രഹ്മാവ് താഴോട്ട് ഇറങ്ങി എന്നാണ് ഈ മൂന്നാമത്തെ ശ്ലോകം. അമുഷ്യ ഹി സരോരുഹ കിമപി കാരണം സംഭവേദ് ഇതി സ്മ കൃതനിശ്ചയ സഖലു നാളരേന്ദ്രാധ്വന സ്വയോഗബലവിദ്യയാ സമവരൂഢവാൻ പ്രൗഢതി ത്വദീയം അതിമോഹനം നതു കളേബരം ദൃഷ്ടവാൻ. അമുഷ്യ ഹി സരോരുഹ. ഈ പറഞ്ഞ താമരപ്പൂവിനെ സരസ്സിലുണ്ടാകുന്നതുകൊണ്ട് സരോരുഹ എന്ന് പറയും. അങ്ങനെയുള്ള ആ താമരപ്പൂവിനെ കിമപി കാരണം സംഭവേത് ഹി, തീർച്ചയായിട്ടും എന്തോ കാരണമുണ്ട്. കാരണമില്ലാണ്ട് ഈ താമരപ്പൂ ഇത്രയും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു വസ്തു, എന്നെ ഇരുത്താൻ മാത്രമുള്ള ശക്തിയുള്ള ആ താമരപ്പൂ ഉണ്ടായത് എവിടെയോ ഉറച്ചു നിന്നിട്ട് തന്നെയാണ്. ഇതിസ്മ കൃതനിശ്ചയ എന്ന് തന്നെ കൃതനിശ്ചയം ഉറപ്പിച്ച് നിശ്ചയിച്ച ആ ബ്രഹ്മാവ് ഖലു നാളരേന്ദ്രാധ്വന, നാളരേന്ദ്രത്തിൻ്റെ ആ താമര തണ്ടിൻ്റെ, ഇപ്പോൾ പറഞ്ഞില്ലേ അങ്ങനെ കുഴൽ പോലെയുള്ള നാളങ്ങളുണ്ട്, ആ നാളരേന്ദ്രാധ്വന അതിൻ്റെ ആ സുഷിരങ്ങൾ വഴി, താമരത്തണ്ടിൻ്റെ സുഷിരങ്ങൾ വഴി സ്വയോഗ ബല വിദ്യയ, അതാണ് ബ്രഹ്മാവിന് അബദ്ധം പറ്റിയത്. തനിക്ക് നല്ല യോഗശക്തിയുണ്ട്, അതുകൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റും, ഞാൻ കണ്ടുപിടിച്ചു കൊള്ളാം എന്ന് കരുതിയിട്ട് ആ യോഗശക്തി കൊണ്ട്, യോഗശക്തികൾ നമ്മൾ അറിയാലോ, അണിമ, ഗരിമ, ലഘിമ, മഹിമ എന്നൊക്കെ പറഞ്ഞ് ശരീരം അണുവിനോളം ചെറുതാക്കാൻ പറ്റും. ഈ യോഗസിദ്ധി ഐശ്വര്യങ്ങളാണ്. നമ്മൾ അഷ്ടാംഗമാർഗത്തിലൂടെ മുന്നേറുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പരീക്ഷിക്കാനായിട്ട് യോഗസിദ്ധികൾ വരും. ശരീരം ഏറ്റവും ചെറുതാക്കുക, ആകാശത്തു നിന്ന് സാധനങ്ങൾ എടുക്കുക, ശരീരം കനമില്ലാതാക്കുക, മറിച്ച് കനമല്ലാതെ കൂട്ടുക, അങ്ങനെയുള്ള സിദ്ധികളൊക്കെ ഈ യോഗ കൊണ്ട് തന്നെ വരും. പക്ഷേ യഥാർത്ഥത്തിൽ ഭഗവാനെ കാണണം, ഭഗവാനോട് ചേരണം എന്ന ആഗ്രഹമുള്ള യോഗികൾ ഇതൊന്നും സ്വീകരിക്കില്ല. എന്നാലും അവർക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാനായിട്ട് അതുണ്ടായിരിക്കും. അങ്ങനെയുള്ള ആ യോഗബലവിദ്യ കൊണ്ട് ബ്രഹ്മാവ് ചെറുതായി, അണുവിനോളം ചെറുതായിട്ട് സമവരൂഢവാൻ, ആരൂഢം എന്ന് പറഞ്ഞാൽ ഉയരുക, അവരൂഢം എന്ന് പറഞ്ഞാൽ താഴോട്ട് പോവാം, അവരൂഢവാൻ ഏറ്റവും നന്നായിട്ട് താഴോട്ട് ഇറങ്ങാൻ തുടങ്ങി. പ്രൗഢതി, നല്ല ബുദ്ധി ഉണ്ടായിരുന്നു ബ്രഹ്മാവിന്, ഭഗവാൻ നല്ല ബുദ്ധിയും കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത്ര എളുപ്പത്തിലൊന്നും അങ്ങയുടെ ഞാൻ ഈ മുന്നിൽ കാണുന്ന മോഹനമായിട്ടുള്ള രൂപം
കണ്ടു കിട്ടോ, ബുദ്ധി ഉണ്ടോ, യോഗശക്തി ഉണ്ടോ, ഒന്നും പറ്റില്ല. അതിന് ഭക്തി തന്നെ വേണം, അല്ലെങ്കിൽ അങ്ങയെ ധ്യാനിക്കണം. അതുകൊണ്ട് ബ്രഹ്മാവിന് കാണാനും പറ്റിയില്ല. ത്വദീയം അതിമോഹനം, അങ്ങയുടെ ഈ അതിസുന്ദരമായിട്ടുള്ള ശരീരം, ന തു കളേബരം ദൃഷ്ടവാൻ, ഈ കളേബരം, ഈ ശരീരം, ന തു ദൃഷ്ടവാൻ, എന്തായാലും കണ്ടെത്തിയില്ല. ബ്രഹ്മാവിന് വളരെ ഉറപ്പോടുകൂടി തൻ്റെ യോഗശക്തി കൊണ്ട് കാണാൻ പറ്റും എന്ന് കരുതിയിട്ട് തന്നെയാണ് താമരനൂലിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി നോക്കി. അവിടെയൊക്കെ തെരഞ്ഞു, പക്ഷേ ബുദ്ധിയും യോഗശക്തിയും ഒക്കെ വെറുതെ ആയി, കാണാൻ കഴിഞ്ഞില്ല എന്നാണ് മേൽപ്പത്തൂർ പറയുന്നത്. അപ്പം രണ്ടാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു, ഇതിനാധാരമായിട്ട് എന്തെങ്കിലും ഉണ്ടാവണം, ഭഗവാൻ തന്നെ ആയിരിക്കണം, ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്നുള്ള ആ ചിന്തയിൽ ഉറച്ചു പോയി. രണ്ടാമത്തെ ശ്ലോകത്തിൽ അതാണ് പറഞ്ഞത്. പിന്നെ ഈ ശ്ലോകത്തിൽ പറഞ്ഞു, എനിക്കത് സാധിക്കും, ഞാൻ ശ്രമിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞു കുഞ്ഞു നാളങ്ങൾ വഴി പോവാനുള്ള ആ രൂപം യോഗവിദ്യ കൊണ്ട് സ്വീകരിച്ചിട്ട് അദ്ദേഹം താഴത്ത് ഇറങ്ങിപ്പോയെങ്കിലും കാണാനായിട്ട് സാധിച്ചു. അപ്പം എത്ര വലിയ ആളായാലും ഭഗവാന്റെ സഹായം തേടാതെ ഇരിക്കുകയാണെങ്കിൽ നിസ്സഹായ അവസ്ഥ തന്നെയായിരിക്കും. മറ്റെന്തു ബലമുണ്ടായിട്ടും, യോഗശക്തി ഉണ്ടായിട്ടും, ബുദ്ധി ഉണ്ടായിട്ടും, സ്വന്തക്കാരുണ്ടായിട്ടും, ധനമുണ്ടായിട്ടും ഒന്നും കാര്യമില്ല. ഭഗവാന്റെ അനുഗ്രഹം തന്നെ വേണം, അതിന് നമ്മൾ പ്രയത്നിക്കണം എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ സന്ദേശം. നമുക്ക് ഒന്നും കൂടി വായിക്കാം. അമുഷ്യഹി സരോരുഹ കിമപി കാരണം സംഭവേദിതി സ്മ കൃതനിശ്ചയ സഖലു നാളരന്ധ്രാധ്വന, നാളത്തിൻ്റെ ആ ഉള്ളിലേക്ക് ബ്രഹ്മാവ് സ്വയോഗബലവിദ്യയാ സമവരൂഢവാൻ പ്രൗഢതി, തൻ്റെ പ്രൗഢമായ ബുദ്ധി ഉപയോഗിച്ചും യോഗവിദ്യ ഉപയോഗിച്ചും അദ്ദേഹം അവരൂഢവാൻ, താഴോട്ട് ഇറങ്ങിപ്പോയി. ത്വദീയമതിമോഹനം ന തു കളേബരം ദൃഷ്ടവാൻ, അതിമോഹനമായിട്ടുള്ള അങ്ങയുടെ ശരീരമാവട്ടെ അങ്ങനെയൊന്നും കാണാൻ സാധിച്ചതും ഇല്ല. അടുത്ത ശ്ലോകം നമുക്ക് നാളെ പറയാം. ഓം തത്സത്. സർവം കൃഷ്ണാർപ്പണമസ്തു.